ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഒരു ക്ലീനിങ് വീഡിയോ ആണ്. ഈ ഒറ്റൊരു റൂം മാത്രമേ ഞാൻ ക്ലീൻ ചെയ്യുന്നുള്ളൂ കേട്ടോ. മോൻ്റെ റൂമാണ്. മോൻ്റെ റൂം എന്ന് പറയാനൊന്നും പറ്റില്ല, വെള്ളത്തെ നിലയിലുള്ള ഒരു റൂം. നമ്മളിവിടെ താമസിക്കാനായിട്ട് വന്നപ്പോൾ ഈ റൂം ഫ്രീ ആയിട്ട് കിടക്കായിരുന്നു കേട്ടോ. പിന്നെ അവന് താഴെ ഇരുന്ന് പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്, ചെറിയ പിള്ളേർ വഴക്കുണ്ടാക്കുന്നു, ബഹളം വെക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് ഒരു ടേബിളും പിന്നെ അത് ആ കട്ടിലും ഒക്കെ വാങ്ങിച്ചിട്ടിട്ട് ഇതൊരു സ്റ്റഡി റൂം പോലെ ആക്കി കൊടുത്തതാണ്. ഭയങ്കര വെയിലും ചൂടും ഒക്കെ ആകുമ്പോൾ ഇവിടെ ഇരിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി ഞാൻ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം, ഡീപ്പ് ക്ലീൻ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് നടക്കുന്നേ ഇല്ല. ഓരോരോ ആവശ്യങ്ങൾ കാരണങ്ങളൊക്കെ കൊണ്ട് ഓരോ ദിവസം അങ്ങ് മാറി മാറി പോവും. അപ്പോൾ ഇതിൻ്റെ ഡ്രോയ്ക്കകത്തൊക്കെ ബുക്കുകൾ മാത്രമല്ല, അവൻ്റെ കുറച്ച് ഡ്രസ്സുകളും കൂടെ വെച്ചിട്ടുണ്ട്, എപ്പോഴും ഇടുന്ന ഡ്രസ്സൊക്കെ. താഴെയാണെങ്കിൽ എല്ലാവരുടെയും കൂടെ ഡ്രസ്സല്ലേ ഇരിക്കുന്നത്, പിള്ളേരുടെയും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ എന്നോട് വന്ന് ചോദിക്കും ഇതെവിടെയാണ് അതെവിടെയാണെന്നൊക്കെ. അങ്ങനെയാണ് അവൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ മേളിലേക്ക് കൊടുത്തു വിട്ടത്. പിന്നെ എല്ലാം ജസ്റ്റ് ഒന്ന് അടുക്കി വെച്ച് കൊടുത്തു. പിന്നെ അതിൻ്റെ താഴത്തെ ഡ്രോയിലും കുറച്ച് ബുക്കുകളൊക്കെ ഇരിപ്പുണ്ട്. ആ ബാഗിനുള്ളിലൊക്കെ എൻ്റെ കുറച്ച് ബുക്കുകളും കൂടെയാണ് ഇരിക്കുന്നത്. ഈ ബുക്സ് ഒക്കെ എടുക്കുക വെക്കുക എന്നുള്ളത് കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ്. കാരണം ഓരോന്നോരോന്ന് നോക്കണമല്ലോ, അതിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും ആവശ്യമുള്ളതുണ്ടോ, പേപ്പറുണ്ടോ എന്നൊക്കെ. പിന്നെ കാണിച്ചതും കാണിക്കാത്തതും ഒക്കെ ആയിട്ടുള്ള കുറേ പേപ്പർ, ഫോട്ടോസ്റ്റാറ്റ്, കോപ്പികൾ, അതും ഇതും എല്ലാം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് ബുക്കുകളും പേപ്പറുകളും എല്ലാം ചുറ്റുവിട്ടിട്ട് അതിൻ്റെ നടുക്കിരുന്ന് പഠിക്കുന്നതൊന്നും എനിക്കിഷ്ടവേ അല്ല. പക്ഷെ അവനത് കുഴപ്പമില്ല. അവൻ പറയും അത് പിന്നെ ചെയ്തോളാം, അല്ലെങ്കിൽ നാളെ ചെയ്യാം, ഞാൻ ചെയ്തോളാം എന്ന് പറയാം. അങ്ങനെയാണ് കേട്ടോ നീണ്ടു പോയത്. പിന്നെ ഇനി അങ്ങനെ ഒരാളെ കാത്തിരുന്നിട്ട് നമുക്കിങ്ങനെ ക്ലീനിങ് മാറ്റി വയ്ക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് പിന്നെ ഹസ്ബൻഡിന് കുറച്ച് താമസിച്ച് പോയാൽ മതിയായിരുന്നേ. അതുകൊണ്ട് ഞാൻ രാവിലെ ഉണ്ട് കർട്ടനൊക്കെ അങ്ങ് മാറ്റിപ്പിച്ചു. അങ്ങനെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ കൂടിയാണ് കേട്ടോ ഇത് തീർത്തത്. അങ്ങനെ ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ ഇത് നടക്കുകയില്ല, പിന്നെ ആവട്ടെ എന്ന് വിചാരിക്കും. ഇങ്ങോട്ട് ജസ്റ്റ് കയറും, നിരന്ന് കിടക്കുന്ന ബുക്കെല്ലാം ഒന്ന് ഒതുക്കി വെക്കും, തൂത്തുവാരും, അങ്ങനെ അങ്ങ് പോകും. ഇന്ന് രാവിലെ മുതൽ നല്ല മഴയായിരുന്നു കേട്ടോ. ഇങ്ങനെ മഴയത്താണ് ഈ റൂമിൽ ബുക്കൊക്കെ വായിച്ചിരിക്കാൻ നല്ല രസം ഉണ്ടാവുന്നത്. എപ്പോഴത്തേം പോലെ ഇന്നെന്താ കറണ്ട് പോയിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പോകും വരും, അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഈ ബുക്കുകളെല്ലാം കയറ്റി വെക്കാൻ വേറെ ഷെൽഫുകളോ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ തന്നെ വെക്കുന്നത്. നമുക്ക് എടുക്കാനുള്ള എളുപ്പത്തിനും വെക്കാനുള്ള എളുപ്പത്തിനും എല്ലാം കൂടെ വേണ്ടി ആവശ്യമുള്ളപ്പോൾ ഓടി വന്ന് എടുക്കാൻ വേണ്ടിയും പിന്നെ ഇവിടെ വന്നിരുന്ന് വായിക്കാനും ഒക്കെയാണ്. വായനയൊന്നും ഇപ്പം നടക്കുന്നില്ല എന്നാലും. പിന്നെ കുറച്ച് ബുക്കുകളൊക്കെ ഞാനൊരു കവറിലാക്കി മാറ്റി വെക്കുന്നുണ്ട്. അവൻ വന്ന് ചോദിച്ചിട്ട് വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്ന് ചോദിച്ചിട്ട് എടുത്ത് മാറ്റാമല്ലോ. കാരണം ഉണ്ടല്ലോ, ഈ ട്യൂഷനൊക്കെ പോകുന്നത് കൊണ്ടും പിന്നെ എഴുതി പഠിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ കുറേ ബുക്കുകൾ പഴയ ബുക്കുകളിലൊക്കെ എഴുതി പഠിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ട്യൂഷനൊക്കെ പഴയ ബുക്കുകളുടെ പേജുള്ള ബുക്കുകളൊക്കെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ഡൗട്ട്. അതിൻ്റെ ചിലതിൻ്റെ ഒന്നും നെയിം സ്ലിപ്പ് ഒന്നും മാറ്റിയിട്ടില്ല. പിന്നെ ഡ്രസ്സ് ഇടുന്ന സ്റ്റാൻഡും കട്ടിലും എല്ലാം അപ്പുറത്തെ സൈഡിലേക്കൊന്ന് മാറ്റിയിട്ടു. ഇനിയിപ്പോൾ കമ്പ്യൂട്ടർ ഒന്ന് അഴിച്ച് മാറ്റണമായിരുന്നു. അപ്പോൾ ഞാനതിൻ്റെ വയർ ഊരാൻ നോക്കിയിട്ട് പറ്റുന്നില്ലായിരുന്നേ. അപ്പോൾ ഹസ്ബൻഡ് റെഡിയാവാൻ വേണ്ടി താഴേക്ക് പോയതാണ്. ഞാൻ വിളിച്ച് പിന്നെയും കയറ്റിയതാണ്. പിന്നെ ആ ടേബിളും ഒന്ന് സെൻറ്ററിലേക്ക് മാറ്റിയിട്ട് തന്നു കേട്ടോ. ഇതിപ്പോൾ വലയടിച്ച് തൂക്കുന്നതൊക്കെ ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ചെറിയ 2 മക്കൾ ഇന്ന് വീട്ടിലുണ്ടായിരുന്നേ. അവർക്ക് തുമ്മലും ചുമയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ട് വന്നതാണ് തലേ ദിവസം, ഞാൻ ഈ ക്ലീൻ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം. അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് കയറി വരികയോ ഓടുകയും ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യുന്നതിനൊരു കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല. പിന്നെ കറണ്ട് പോകുന്നതും കൂടെ കൊണ്ടേ അവർക്ക് ടി വി ഒന്നും കണ്ടുകൊണ്ടിരിക്കാനും പറ്റുന്നില്ല. ഈ സമയത്തൊന്നും കറണ്ടില്ല, ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോവുകയാണ്. അങ്ങനെ വലയെല്ലാം അടിച്ചു കഴിഞ്ഞിട്ട് ഇനി ഡോറിൻ്റെ അറ്റത്തൊക്കെയുള്ള വലകളെല്ലാം ഒന്ന് ചൂലും കൊണ്ട് അടിച്ചടിച്ച് മാറ്റുകയാണ്. ജനലിലൊക്കെ നല്ല പൊടിയും വലയൊക്കെയാണ്, കാരണം ഇവിടെ കർട്ടൻ കിടക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ മേളിൽ കൂടെ അല്ലേ ഇടയ്ക്കിടയ്ക്ക് തൂത്തുവായിരുന്നുള്ളൂ. പിന്നെ ഈ ജനലൊന്ന് തുറക്കാൻ നോക്കിയാൽ അത് നടക്കില്ല കേട്ടോ, കാരണം അത് നല്ല ഉറച്ചിരിക്കുകയാണ്. തള്ളി തുറന്നാൽ അതെങ്ങാനും പൊട്ടിയാലോ. അങ്ങനെ ഇപ്പം ജനലെല്ലാം തുടച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ടേബിളും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് അതിൻ്റെ മേളിലെ പൊടിയൊന്ന് മാറ്റിയതേ ഉള്ളൂ. അപ്പം തറയിൽ നിറയെ പൊടിയായിട്ടുണ്ട്. ഇപ്പോൾ അതെല്ലാം ഒന്ന് തൂത്ത് വരാവേ. കുറേ പൊടി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇങ്ങനെ വൃത്തിയാക്കുമ്പോഴാണ് ഇത്രയും മാത്രം പൊടി ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് വിചാരിക്കുന്നത്. പിന്നെ ആ ടേബിളൊക്കെ ഇപ്പോഴാണല്ലോ ഇങ്ങനെ വലിച്ച് മാറ്റിയിട്ട് തൂക്കുന്നതൊക്കെ. എപ്പോഴും അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ചൂല് കയറ്റിയിട്ടാണ് തൂക്കുന്നത്. അപ്പോൾ ആ ടേബിളിൻ്റെ ചുറ്റും നല്ല പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ തൂത്തുവാരി ഒരു കവറിനകത്തേക്ക് ആക്കുകയാണ്. എനിക്കിങ്ങനെ ക്ലീൻ ചെയ്യുന്നതൊന്നും വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമുള്ള കാര്യമാണ് ക്ലീനിങ്. ഓരോരുത്തർക്ക് ചെയ്യാൻ ഓരോരോ ഇഷ്ടങ്ങൾ കാണില്ലേ, ഗാർഡനിങ്, പുറത്തുള്ള പണികൾ, അങ്ങനെയൊക്കെ. അകത്ത് പണികൾ ചെയ്യുന്നത് ചിലർക്ക് വലിയ ഇഷ്ടമൊന്നും കാണത്തില്ല. പിന്നെ ഇങ്ങനെയൊന്നും ചെയ്യുമ്പോൾ ഞാൻ ഗ്ലൗ ഒന്നും ഇടാറില്ല കേട്ടോ. ചെറിയ പൊടികളൊക്കെ തൂക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ, നമുക്കത് സ്പീഡും കിട്ടില്ല ചെയ്യാൻ വേണ്ടി. പിന്നെ ഇപ്പോൾ ഇതാ പൊടികളെല്ലാം തൂത്ത് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് തുടയ്ക്കുകയാണ്. വെള്ളം മാത്രം വെച്ചാൽ തുടയ്ക്കുന്നത്, ചെറുതായിട്ട് നനച്ച തുണിയാണ്.
നമ്മൾ ഈ ടേബിളിന്റെ ചുറ്റിനുമൊക്കെ ചൂലും കൊണ്ട് അടിക്കുന്നതിനെയൊക്കെ ഇരുന്നിട്ട് നോക്കുമ്പോഴാണ് കേട്ടോ അതിന്റെ ഉള്ളിലൊക്കെ വല ഉണ്ടാവുന്നത് കാണുന്നത്. അപ്പൊ ഈ ടേബിള് തുടച്ചത് ഒരു ഉണങ്ങിയ തുണിയും കൊണ്ടാണ് കേട്ടോ, നനഞ്ഞ തുണിയല്ല. അതിനി നനഞ്ഞത് കൊണ്ട് ഉപയോഗിച്ചാൽ എന്തെങ്കിലും പറ്റിയാലോ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പൊ ആ ടേബിളിന്റെ എല്ലാ സൈഡും ഒന്ന് തുടച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനത് നിരക്കി ഇപ്പുറത്തെ സൈഡിലേക്ക് ഭിത്തിയുടെ അടുത്തേക്ക് നീക്കിയിട്ടു. അതിന്റെ അടിയിൽ ഒക്കെ നല്ല പൊടി ഉണ്ടായിരുന്നു. അതിങ്ങനെ അടിയിലേക്ക് ചേർന്ന് കിടക്കുന്നതായതുകൊണ്ട് ആദ്യം തൂത്തതായിരുന്നല്ലോ, പിന്നെ ആ ടേബിൾ നീക്കിയപ്പോൾ അതിന്റെ അടിയിൽ കിടന്ന പൊടിയാണ് അത്രയും. പിന്നെയാണ് ചെയർ ഞാൻ തുടയ്ക്കുന്നത്. തൂത്ത് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ കാര്യം ഓർത്തത് കേട്ടോ. പിന്നെ ചെയറും കൂടെ തുടച്ചിട്ട് ഇതാ സ്വിച്ച് ബോർഡൊക്കെ ഒന്ന് തുടയ്ക്കുന്നുണ്ട്. ഇവിടെ ഒരു 2-3 സൈഡിലായിട്ട് സ്വിച്ച് ബോർഡ് ഉണ്ട്. കമ്പ്യൂട്ടർ വെക്കുന്നിടത്തും പിന്നെ ബാത്റൂമിലേക്ക് കയറുന്നിടത്തും ഉണങ്ങിയ തുണിയും കൊണ്ടാണ് സ്വിച്ച് ബോർഡൊക്കെ തുടച്ചത്. സൈഡ് മാത്രം ചെറുതായിട്ട് നനച്ച തുണിയും കൊണ്ട് വളരെ ശ്രദ്ധിച്ചാണ് തുടച്ചത്. പിന്നെ ഇതാ ഈ കർട്ടൻ ഊരി വയ്ക്കാൻ മറന്നു പോയായിരുന്നു രാവിലെ. അപ്പോൾ അത് കുറച്ച് നേരം ഒന്ന് നോക്കിയിട്ടാണ് ആ സ്ക്രൂ ഒന്ന് ഊരി എടുക്കാൻ പറ്റിയത്. പിന്നെ ഇത് ആ കർട്ടൻ ഇടുന്ന ആ ഭാഗത്തൊക്കെ ഉള്ള വലയും പൊടിയൊക്കെ ഒന്ന് തുടച്ചെടുക്കാവേ. അതൊക്കെ നനഞ്ഞ തുണിയും കൊണ്ട് തന്നെ തുടച്ചെടുക്കാം. വേഗം വേഗം തുടയ്ക്കാമല്ലോ, അല്ലെങ്കിൽ അവിടെ ഒന്നും ക്ലീൻ ആവത്തില്ല. പിന്നെ ബാത്റൂമിലേക്ക് കയറുന്ന ആ ഡോറ്, അതിൻ്റെ കർട്ടൻ ഇടുന്നതിൻ്റെ സൈഡിലുള്ള ആ ഹുക്കുകളെല്ലാം നല്ല രീതിയിൽ തുടച്ചെടുക്കാവേ. മേളിൽ ഈ ഒരു റൂം മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ബാൽക്കണി ഉണ്ട്. അപ്പോൾ അകത്തൊരു റൂം പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡോറിൻ്റെ അവിടെയും കർട്ടനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. രാവിലെ അത് ഊരിയായിരുന്നല്ലോ. അപ്പോൾ അവിടെയും കൂടെ നല്ലതായിട്ട് തുടയ്ക്കാം. ഇപ്പോൾ മേളിൽ നിന്ന് എല്ലായിടവും തുടച്ചു, ജനലൊക്കെ തുടച്ചു, ഫാൻ തുടച്ചു. ഇനിയിപ്പോൾ നമുക്ക് തറ തുടയ്ക്കാം. ഞാൻ ലൈസോളാണ് ഇന്ന് തറ തുടയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. വേറെ ക്ലീനിങ് ലിക്വിഡ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒറ്റ റൂമാണെങ്കിലും നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്ത് വരുമ്പോൾ കുറേ സമയം എടുക്കും കേട്ടോ. പ്രത്യേകിച്ച് വേറെ വേറെ ആവശ്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് താഴോട്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയമായപ്പോഴത്തേക്കും ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിള്ളേർ വിശക്കുന്നെന്നും പറഞ്ഞ് വരാനും തുടങ്ങി. അപ്പോൾ അതാ ടേബിൾ ഇങ്ങേ അറ്റത്ത് കിടക്കല്ലായിരുന്നോ, അത് ഞാൻ അങ്ങേ അറ്റത്തേക്ക് വലിച്ച് നീക്കിയിട്ടുണ്ട്. എന്നിട്ടാണ് ഇപ്പുറത്തെ സൈഡ് തുടയ്ക്കുന്നത്. ഇപ്പോൾ ഇതാ തറയെല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ തന്നെ കുറച്ച് വെട്ടം വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലായിടവും മാറ്റി. ഇപ്പോൾ സാധനങ്ങളൊന്നും ഇട്ടിട്ടും ഇല്ലല്ലോ. പിന്നെ ഇതാ കമ്പ്യൂട്ടർ എല്ലായിടത്തും ഒന്ന് സെറ്റ് ചെയ്യാണ്. അത് ജസ്റ്റ് ഒന്ന് പൊടിയെല്ലാം തട്ടി തുടച്ചിട്ട് നമുക്ക് അപ്പുറത്തേക്ക് എടുത്ത് വയ്ക്കാം, ടേബിളിലേക്ക് എടുത്ത് വയ്ക്കാം. ഈ സമയമായപ്പോഴേക്കും മോളിങ്ങ് കയറി വന്നിട്ടുണ്ട്. മതി മതി ഇനി വാ വാ എന്ന് പറഞ്ഞ് വിളിക്കാനായിട്ട്. കാരണം ഞാൻ ഈ പൊടിയൊക്കെ ആയതുകൊണ്ട് അവരെ ഇങ്ങോട്ട് കയറ്റുന്നേ ഇല്ലല്ലോ. ഇങ്ങനത്തെ തൂക്കലും തുടയ്ക്കലും ഒക്കെ ആകുമ്പോഴത്തേക്കും വന്ന് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്, വെള്ളത്തിൽ കളിക്കാനും ഒക്കെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരട്ടെ വരട്ടെ എന്ന് ചോദിക്കുകയും ചെയ്തു. ഞാൻ ഇങ്ങോട്ട് കയറ്റാതിരുന്നതാണേ. ഭയങ്കര തുമ്മലും ചുമയൊക്കെ ആയിട്ട് ഇരിക്കുകയല്ലായിരുന്നോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് എന്നോട് വന്ന് ചോദിക്കുന്നത്. എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് വഴക്ക് കുറഞ്ഞിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഓരോന്നോരോന്ന് എടുക്കുകയും ചെയ്യും. അവിടുന്ന് ഇവിടുന്ന് ഒക്കെ നമ്മൾ ഒതുക്കി വെക്കുന്ന എല്ലാം അവിടുന്ന് എടുത്ത് മാറ്റുകയും ചെയ്യും. ഇനിയിപ്പോൾ ആ കട്ടിലിൻ്റെ 4 കാലും കൂടെ നമുക്കൊന്ന് തുടച്ചിട്ട് റൂമിലേക്ക് മാറ്റിയിടാവേ. ഇങ്ങനെ ഓരോരോ ഭാഗങ്ങൾ തുടച്ച് കഴിയുമ്പോൾ നമുക്കൊരാശ്വാസമാണ് അത് കഴിഞ്ഞല്ലോ എന്ന്. ആദ്യം തുടങ്ങുമ്പോൾ ഇത് എവിടെ ചെന്ന് അവസാനിക്കും, എപ്പം നിൽക്കും എന്ന് തോന്നലാവും. ഓരോ കാര്യം ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ ക്ലീനിങ് ഒക്കെ ചെയ്യുമ്പോഴേ കാണുന്നവർക്കൊരു പെടാപ്പാടായിട്ട് തോന്നുമായിരിക്കും. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നോ ഒക്കെ ചിന്തിക്കുന്നവരുണ്ട്. എല്ലാ ആഴ്ചയും നമുക്കിപ്പോൾ ഡീപ്പ് ക്ലീൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. കർട്ടനൊക്കെ അഴിച്ച് അല്ലെങ്കിൽ സാധനങ്ങളെല്ലാം വലിച്ചു മാറ്റി അങ്ങനെയൊന്നും തൂത്ത് തുടയ്ക്കാനൊന്നും പറ്റില്ല. ആഴ്ചകളിലാണെങ്കിലും നമ്മൾ പല സ്ഥലത്തേക്കൊക്കെ പോകും, മക്കൾക്ക് അസുഖം വരും, അങ്ങനെ പല പല കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഇതൊക്കെ നിന്ന് പോവും. അപ്പോൾ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഞാനിപ്പോൾ റുട്ടീനായിട്ടൊന്നും ഇത് സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയങ്ങളിൽ ഓരോരോ ഭാഗം ക്ലീൻ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ മഴ സമയമൊക്കെ ആകുമ്പോൾ നമ്മൾ മുകളിൽ ഇതുപോലെ 3 സ്റ്റാൻഡ് ഉണ്ട്. ഈ 2 എണ്ണത്തിലാണ് കേട്ടോ നനഞ്ഞ തുണിയൊക്കെ കൊണ്ടിടുക. നനഞ്ഞതല്ല, മെഷീനിലൊക്കെ ഇട്ടിട്ട് ചെറുതായിട്ട് ഉണങ്ങിയ തുണികളുണ്ടല്ലോ അത്. ഇതിപ്പോൾ സ്റ്റെയർ കയറി വരുന്ന ഭാഗമാണ്. ഇവിടെ എല്ലാം ചരിച്ച് വാർത്തിരിക്കുന്നത് കൊണ്ട് എപ്പോഴും വല ഉണ്ടാവുകയെ. നമ്മൾ സാധാരണ തൂക്കുന്നത് പോലെ തൂത്തു പോയാലും പിന്നെയും 2 ദിവസം കഴിയുമ്പോൾ ഇവിടെ എല്ലാം വലയായിരിക്കും. അങ്ങനെ ഈ ഭാഗത്തെ വലയൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ തറയെല്ലാം ഒന്ന് തൂത്തെടുക്കുകയാണ്. അവിടെ എല്ലാം പൊടിയായിട്ടുണ്ടല്ലോ, മേളിൽ നിന്നെല്ലാം വീണതും. പിന്നെ അപ്പുറത്തെ സൈഡിൽ തൂത്തതിൻ്റെ എല്ലാം ഉണ്ട്. നമ്മൾ അവിടം വരെ ക്ലീൻ ചെയ്ത് നിർത്തിയേക്കുമായിരുന്നല്ലോ, അതിൻ്റെ ബാക്കി ഇങ്ങോട്ട് വേഗം ഒന്ന് തൂത്തുവാരി. ഇനി നമുക്ക് ഡോറൊക്കെ ഒന്ന് തുടയ്ക്കാം. 2 ഡോറുണ്ട് ഇവിടെ ബാൽക്കണിയിലേക്കുള്ളതും. 2 സൈഡിലും ഓരോ ഡോറുണ്ട്. അത് 2 നന്നായിട്ട് തുടയ്ക്കാവേ.
2 ഡോറും തുടച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ മോനും കയറി വന്നിട്ട് വഴക്കിടാൻ തുടങ്ങി. ഇനി മതി അമ്മ വാ വാ എന്ന് പറഞ്ഞ് വിളിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ വേഗം തറയും കൂടെ ആ ഭാഗവും കൂടെ ഒന്ന് തുടച്ചു. അത്രേ ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിച്ചു ഇന്ന്. പിന്നെ ഞാൻ സ്റ്റെപ്പും കൂടെ തുടച്ചിട്ട് താഴേക്ക് ഇറങ്ങി അങ്ങ് പോയി. പിന്നെ അവിടെ നനഞ്ഞ് കിടക്കുകയാണല്ലോ. പിന്നെ ഞാൻ അവിടെ നിന്നാൽ പിള്ളേരിങ്ങനെ കയറി വരും, തെന്നി വീഴുകയും ചെയ്യും. ഭയങ്കരമായിട്ട് തെന്നുന്ന തരത്തിലുള്ള ടൈലാണല്ലോ ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കി ചെയ്യുന്നത് വൈകുന്നേരമാണ് കേട്ടോ, രാത്രിയിലാണിത്. ചെറിയവർ 2 പേരും ഉറങ്ങി. മോനാണെങ്കിൽ താഴെ ഇരുന്ന് ഫുട്ബോൾ കാണുകയാണ്. ഇപ്പോൾ ഫുട്ബോളിൻ്റെ ടൈം ആയതുകൊണ്ട് ബ്രസീലിൻ്റെ കളിയൊക്കെ വന്നാൽ അച്ഛനും മോനും രാത്രിയിൽ ഉറങ്ങാതിരുന്ന് കാണും കേട്ടോ. അത് കഴിഞ്ഞിട്ടേ കിടന്ന് ഉറങ്ങുള്ളൂ. അപ്പോൾ ഷീറ്റൊക്കെ ഇപ്പോഴാണ് വിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ആരും കിടന്ന് ഉറങ്ങാറില്ല. മോൻ താഴെ തന്നെയാണ് കിടക്കുന്നത്. ഇടയ്ക്ക് മാത്രമേ മുകളിലേക്ക് വരുള്ളൂ. അപ്പോൾ ഷീറ്റ് വിരിച്ചു. പിന്നെ ആ സ്റ്റാൻഡൊക്കെ എടുത്ത് തിരിച്ചു വെച്ചു. പിന്നെ കുറേ തുണികൾ ഉണങ്ങാൻ ഇടാനുണ്ടായിരുന്നേ. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ വാഷിങ്ങിന് ഇട്ടത്. അതിപ്പോൾ കൊണ്ട് വിരിച്ചിടാം. ഇവിടെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വേണമല്ലോ ഇങ്ങോട്ട് കൊണ്ട് വിരിച്ചിടാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണേ. എന്തായാലും റൂമൊക്കെ വൃത്തിയാക്കാൻ തുടങ്ങുമ്പോഴേക്കും നമുക്കൊരു മടുപ്പായിരിക്കും. കാരണം പൊടിയൊക്കെ തട്ടി തൂത്ത് വാരി തുടച്ചൊക്കെ വരുമ്പോഴേക്കും നമ്മളങ്ങ് മടുക്കും. പക്ഷെ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അതൊന്ന് വൃത്തിയായിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമാധാനവും സന്തോഷവും അത് വേറെ തന്നെയാണല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാവേ. എല്ലാവർക്കും താങ്ക്